എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ജനറൽ കാർഡിയോളജി പ്രിവെൻഷനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് പൊതുവേ നമുക്ക് ഹൃദ്രോഗത്തിനെക്കുറിച്ചുള്ള പ്രതിരോധം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ വന്നിരിക്കുകയാണ്. നമ്മളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനായി നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു വീഡിയോയിൽ പങ്കുചേരുന്നത് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗത്തിലെ പ്രഗത്ഭനായ ഡോക്ടർ ബാലകുമാറാണ്. അദ്ദേഹം കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായി ഈ ഹോസ്പിറ്റലിൽ സേവനമനുഷ്ഠിക്കുന്നു. സോ അദ്ദേഹത്തെ നമുക്ക് സസ്നേഹം ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഡോക്ടർ ബാല ടു ദ ഷോ. നമസ്കാരം. ആദ്യമായി ഡോക്ടറോട് ചോദിക്കാനുള്ളത്, എന്തൊക്കെയാണ് ഈ ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്ന് പറഞ്ഞുതരാമോ? ഹാർട്ട് ഡിസീസിലെ റിസ്ക് ഫാക്ടർ പറയുന്ന സമയത്തിൽ രണ്ട് കാറ്റഗറി ഉണ്ട്. ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും, മറ്റൊരു കാറ്റഗറി നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയും. നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടറിലെ ഏജ്, സെക്സ്, ജീൻസ്, ജെനറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. പിന്നെ വുമൻസ് വിത്ത് മെനോപോസൽ പീരിയഡ്, ഇത് നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടറാണ്. റിസ്ക് ഫാക്ടർ മോഡിഫൈബിളിൽ പിന്നെ BP, ഷുഗർ, കൊളസ്ട്രോൾ, ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ലൈക്ക് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതെല്ലാം മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ. പിന്നെ ജനറലി വെയിറ്റ് റിഡക്ഷൻ, ഭക്ഷണം കഴിക്കത്തില്ല, ഇതെല്ലാം മോഡിഫൈഡ് റിസ്ക് ഫാക്ടർ പറയും. അടുത്തതായിട്ട് നമ്മൾക്കറിയാനുള്ളത്, നമ്മൾക്ക് എങ്ങനെ ഹാർട്ട് ഡിസീസിൻ്റെ റിസ്ക് കുറയ്ക്കാം, റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലഡ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഒബീസിറ്റി, ഈ ആൾക്കാർക്ക് കൂടുതൽ ഹാർട്ട് ഡിസീസ് റിസ്ക് ചാൻസസ് ഉണ്ട്. പിന്നെ ഇതുപോലെ ആൾക്കാർക്ക് BP നോർമലാക്കി 120, 130 സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് 80, ഷുഗർ ലെസ് ദൻ 110, പിന്നെ കൊളസ്ട്രോൾ നോർമൽ ലിമിറ്റ്സിൽ മെയിൻറ്റെയിൻ ചെയ്യണം. വെയിറ്റ് അക്കോർഡിംഗ് ടു ദ ബോഡി മാസ് ഇൻഡെക്സ് BMI എന്ന് പറയും. അത് പേഷ്യൻറ്റുടെ ഹൈറ്റ് വെയിറ്റ് നോക്കിയിട്ട് അത് ഒരു കാൽക്കുലേഷൻ ചെയ്ത് ആ രീതി പ്രകാരം പേഷ്യൻറ്റുடைய വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. പിന്നെ മറ്റ് ഹാബിറ്റ്സ് ഏതായത് ഉണ്ടെങ്കിൽ, സ്മോക്കിംഗ്, ആൽക്കഹോൾ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നല്ല ഭക്ഷണത്തിലെ കൂടുതൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കഴിക്കണം. കുറച്ച് ഓയിൽ ഫുഡ്സ്, ഫ്രൈഡ് ഐറ്റംസ് കുറച്ചിട്ട് പിന്നെ ഇതുപോലെ ഉണ്ട് പേഷ്യൻ്റ് റെഗുലർ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഇനി എനിക്കൊരു ചെസ്റ്റ് പെയിൻ തോന്നിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ചെസ്റ്റ് പെയിനിൽ കാർഡിയാക് ചെസ്റ്റ് പെയിൻ ഉണ്ട്, നോൺ കാർഡിയാക് ചെസ്റ്റ് പെയിൻ ഉണ്ട്. കാർഡിയാക് ചെസ്റ്റ് പെയിൻ ടിപ്പിക്കൽ ലെഫ്റ്റ് സൈഡിൽ നല്ല വേദന ഉണ്ട്. ചില സമയത്തിൽ ശ്വാസം മുട്ടൽ തുടങ്ങും. ചില പെയിൻ ഇവിടെ റേഡിയേറ്റിംഗ് പെയിൻ എന്ന് പറയും. റേഡിയേറ്റിംഗ് ലെഫ്റ്റ് ഹാൻഡ്, പിന്നെ നെക്ക്, പിന്നെ ലോവർ ബാക്ക്, ഇതെല്ലാം ടിപ്പിക്കൽ കാർഡിയാക് ചെസ്റ്റ് പെയിൻ എന്ന് പറയും. ചില ആൾക്കാർക്ക് നോൺ സ്പെസിഫിക്കലി സിംറ്റംസ് നമുക്കറിയില്ല. ഇതുപോലെ ഉണ്ടെങ്കിൽ ബെറ്റർ ഒരു ബേസിക് ECG എല്ലാ സ്ഥലത്തിലും, എല്ലാ ഹോസ്പിറ്റലിലും, ഒരു PHC, സ്മോൾ ക്ലിനിക്സ് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. ഇവിടെ BMHലോ ED ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഈ സമയത്തിൽ ഒരു ബേസിക് ഒരു ECG നോക്കണം. പിന്നെ ECG നോർമൽ ഉണ്ടെങ്കിൽ ടിപ്പിക്കൽ സിംറ്റംസ് പറയുന്ന പേഷ്യൻസ്ക്ക് ഒബ്സർവേഷൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്യണം. പിന്നെ അതിലേതായത് കുഴപ്പമുണ്ടെങ്കിൽ ട്രോപ്പ് ചെയ്യുന്ന ഒരു കാർഡിയാക് എൻസൈംസ് ഉണ്ട്, ആ എൻസൈംസ് നോക്കണം. പിന്നെ മറ്റു ടെസ്റ്റ് പിന്നെ നോക്കിയിട്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്യണം. ECG ചെക്ക് ചെയ്യണമെന്ന് ഡോക്ടർ ഇപ്പോൾ കോട്ട് ചെയ്തായിരുന്നു. ഓക്കെ. അതായത് നമ്മൾ ഈ ECG അല്ലെങ്കിൽ ഈ സ്ക്രീനിങ് ചെയ്യേണ്ടത് അതിനെന്തെങ്കിലും ഫ്രീക്വൻസി ഉണ്ടോ? അതായത് ഏത് ഏജിലാണ് നമ്മളിപ്പോൾ ഒരു സ്ക്രീനിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്ര മാസത്തിൽ എത്ര തവണ, അങ്ങനെ എന്തെങ്കിലും ഫ്രീക്വൻസി ഉണ്ടോ? റുട്ടീൻലി ECG ചെയ്യാൻ വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പേഷ്യൻറ്റക്ക് BP, ഷുഗർ, കൊളസ്ട്രോൾ ഇതുപോലെ റിസ്ക് ഫാക്ടർ ഉണ്ട്. പിന്നെ ഫാമിലി ഹിസ്റ്ററി, ജെനറ്റിക് ഡിസീസ്, ഹാർട്ട് ഡിസീസ്. ഇപ്പോൾ ചില പേഷ്യൻസ് പറയും, സർ എൻ്റെ ഫാമിലിയിലെ ഹാർട്ട് ഡിസീസ് ഉണ്ട്. ഇതുപോലെ ഉണ്ട് പേഷ്യൻസിക്ക് ഒരു മിനിമം ഒരു 6 മാസത്തിലിരുന്ന് 1 ഇയർ, മിനിമം 6 months ചെയ്യണം. ഇല്ല കൂടുതൽ റിസ്ക് ഉണ്ട് പേഷ്യൻറ്റിക്ക് 3 months once ജസ്റ്റ് റുട്ടീൻ ചെക്കപ്പ് ECG നോക്കിയിട്ട് പിന്നെ എക്കോ ചെയ്യണം. പിന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പിന്നെ TMT എന്നൊരു ടെസ്റ്റ് ഉണ്ട്, പിന്നെ നോക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് പ്ലാൻ എൻ്റെ അടുത്ത് നമ്മൾ നോക്കിയിട്ട് പറയാം. നമ്മളുടെ ഈ ഹാർട്ട് ഡിസീസിൻ്റെ സിംറ്റംസ് ഇത് എല്ലാവരിലും ഒരേപോലെയാണോ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുമായി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? വ്യത്യാസം ഒന്നുമില്ല. മെൻ വുമൻ ഹാർട്ട് ഡിസീസ് സിംറ്റംസ് സെയിം ആണ്. വുമൻസ് മാത്രം ഏജ് ഒരു 45-50 മെനോപോസ് പറയും. ആ സമയത്തിൽ
ഹാർമോണൽസ് ഇംബാലൻസ് ഉണ്ടാകും. അത് ഈസ്ട്രോജൻ ഹോർമോൺസ് എന്ന് പറയും. അത് കുറവാക സമയത്തിൽ റിസ്ക് ഫാക്ടർ ഹാർട്ട് ഡിസീസ് ഉണ്ടാകാൻ ചാൻസസ് കൂടുതലുണ്ട്. മറ്റപടി ഹാർട്ട് സിംറ്റംസ് എതും ചേഞ്ച് ഇല്ല. ബോത്ത് മെൻ വുമൻ നല്ല സെയിം ആണ് സിംറ്റംസ്. എനിക്കിപ്പോൾ അടുത്തതായിട്ട് ചോദിക്കാനുള്ളത്, ജോലി നമ്മളെല്ലാവരും ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു ഫാമിലിയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും അതായത് ജോലികളുടെ സ്ട്രെസ്സുകൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സ് ഈ ഹാർട്ട് ഡിസീസുമായിട്ട്, ഹൃദ്രോഗവുമായിട്ട് ഈ സ്ട്രെസ്സിന് എന്തെങ്കിലും റിലേഷൻ അല്ലെങ്കിൽ ഇതൊരു കാരണമാകുന്നുണ്ടോ? സ്ട്രെസ് റിലേറ്റഡ് ഹാർട്ട് ഡിസീസ് ரொம்ப കൂടുതൽ റിസ്ക് ഫാക്ടർ ഉണ്ട്. പിന്നെ നമ്മ ബോഡി ഈ ജോലി ടെൻഷൻ, ഫാമിലി ടെൻഷൻ, ഫിനാൻഷ്യൽ ഇഷ്യൂ, എനി കൈൻഡ് ഓഫ് സ്ട്രെസ് ഉണ്ടെങ്കിൽ நம்ம ബ്ലഡ് സർക്കുലേഷനിൽ வந்து ஹார்மோனல்ஸ் ചേഞ്ചസ് ഉണ്ടാവും. ஹார்மோனல்ஸ் ചേഞ്ചസ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, അഡ്രിനൽ കൂടുതൽ സെക്രീഷൻ ആകും. ആ സമയത്തിൽ ബ്ലഡ് പ്രഷർ കൂടും. പിന്നെ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ് എല്ലാം കുറച്ച് കൂടാകും. പിന്നെ കൂടുതൽ ബ്ലഡ് പ്രഷർ ഉണ്ടാകും. ഇതുപോലെ സമയത്തിൽ ഹാർട്ട് ഡിസീസ്ക്ക് ഉണ്ടാകുന്ന റിസ്ക് ഫാക്ടർ വീണ്ടും സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തിൽ വീണ്ടും ഹാർമോണൽസ് കൂടുതൽ സെക്രീഷൻ ചെയ്ത് ബ്ലഡിൽ ഉണ്ടാകും. ഇത് ഒരു ലോങ് ടേം എഫക്റ്റിൽ வந்து ഒരു റിസ്ക് ഫാക്ടർക്ക് ഹാർഡിയാക് ഡിസീസ്ക്ക് ഇത് ഉണ്ടാവും. അപ്പോൾ ഈ ഹൃദ്രോഗത്തെ നമുക്ക് ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഹെൽത്തി ഡയറ്റ് പ്ലാൻ. ഡയറ്റിൽ வந்து ഹെൽത്തി ഡയറ്റ് ഉണ്ട്, അൺഹെൽത്തി ഡയറ്റ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ ഹെൽത്തി ഡയറ്റ് പറയും. ഹെൽത്തി ഡയറ്റിലെ കൂടുതൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പച്ച കായ്കറികൾ കൂടുതൽ കഴിക്കണോ. പിന്നെ അൺഹെൽത്തി ഡയറ്റ് പറയുന്ന സമയത്തിൽ പേഷ്യൻസ് வந்து ഇപ്പോൾ റീസെൻറ്റ് ഡേയ്സിൽ இந்த ഫാസ്റ്റ് ഫുഡ് കൾച്ചർ ரொம்ப കൂടുതലായിട്ടുണ്ട്. പിന്നെ പിസ്സ, ഫ്രൈഡ് ഐറ്റംസ്, ഓയിൽ ഐറ്റംസ്, ഈ ഫുഡുകൾ കൂടുതൽ റിസ്ക് ഫാക്ടർ ഉണ്ട്. ഈ ഫ്രൈഡ് ഐറ്റംസ് ഇതിൽ வந்து കൂടുതൽ ബാഡ് കൊളസ്ട്രോൾ ഉണ്ട്, ഹൈ ട്രൈഗ്ലിസറൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പേഷ്യൻസ് കഴിക്കുന്ന സമയത്തിൽ നമ്മൾ ഹിസ്റ്ററി ക്ലിയർ ആയിട്ട് എടുത്ത് നല്ല കൗൺസിലിംഗ് പറയണം. ഹെൽത്തി ഡയറ്റ് വെർസസ് നോൺ ഹെൽത്തി ഡയറ്റ്. ഹെൽത്തി ഡയറ്റ് കൂടുതൽ കഴിക്കുന്ന സമയത്തിൽ ഇതുപോലെ ഹാർട്ട് ഡിസീസ് റിസ്ക് കുറവാകാൻ ചാൻസസ് ഉണ്ട്. പിന്നെ ഫോളോ അപ്പ് ചെയ്താൽ ബ്ലഡ് ടെസ്റ്റിൽ നല്ല വേരിയേഷൻ ഉണ്ട്. ഇവിടെ പേഷ്യൻസ് കണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്ത പിൻപ് ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്തിൽ കൊളസ്ട്രോൾ, BP നല്ല വേരിയേഷൻ ഉണ്ട്. ഓക്കെ. സോ അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പബ്ലിക്കിൽ നിൽക്കുമ്പോൾ, ഒരു ഫാമിലിയിൽ നിൽക്കുമ്പോൾ, എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് ഞാൻ സംശയിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് തോന്നിയാൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് അയാളുടെ ലൈഫിനെ സേവ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടതുണ്ടോ? ഇമ്മീഡിയറ്റ്ലി ഫസ്റ്റ് வந்து ഹെൽപ്പ് വിളിക്കണം. മൊബൈലിലെടുത്ത് നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഇല്ല റിലേറ്റീവ്സ് വിളിക്കണോ. പിന്നെ പേഷ്യൻ്റ് வந்து ഇമ്മീഡിയറ്റാக നിയറസ്റ്റ് ഹോസ്പിറ്റൽ ഷിഫ്റ്റ് ചെയ്യണം. അത് മാത്രം. പിന്നെ ഇതുപോലെ ആൾക്കാർക്ക് ആസ്പിരിൻ 300, ക്ലോപ്പിലേറ്റ് 300, അട്രോവാസ്റ്ററ്റിൻ 80 mg എന്ന് പറയുന്നത് ലോഡിംഗ് ഡോസ് എമർജൻസി സിറ്റുവേഷനിൽ എനി പേഷ്യൻസ് വിത്ത് ടിപ്പിക്കൽ കാർഡിയക് സിംറ്റംസ് പറയുന്ന പേഷ്യൻസിന് ഇമ്മീഡിയറ്റാக കൊടുക്കണോ. പിന്നെ കാർഡിയക് അറസ്റ്റ് എന്ന് പറയും. അത് കൂടുതൽ റിസ്ക്കായി പേഷ്യൻ്റ് തളർച്ചി പോയി തലകിറക്കമായി വിഴുന്ന് പേഷ്യൻസ് வந்து ഒരു ഫിറ്റ്സ് പോലെ ഒരു ഫിക്ചർ ഉണ്ടാകും. ആ സമയത്തിൽ CPR ചെയ്യണം. മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ഇത് ഒരു ബേസിക്കാണ്, ഒരു ലൈഫ് സേവിങ് മെഷർ. പിന്നെ പേഷ്യൻറ്റിക്ക് നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത് ECG എടുത്ത് നോക്കണം. ഇതൊരു ജനറൽ. ഈ ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ, ഇതൊരു സൈലൻറ്റ് കില്ലർ എന്ന് നമ്മൾ പറയുന്നുണ്ട്. സൈലൻറ്റ് കില്ലർ, അതായത് ഹൃദ്രോഗത്തിൻ്റെ ഒരു സൈലൻറ്റ് കില്ലറാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് എത്രത്തോളം അപകടമാണ് ഈ ഹൈപ്പർ ടെൻഷനും ഹൈ BP-യും? സൈലൻറ്റ് കില്ലർ എன்ற വാർത്ത ഇവിടെ സൈലൻറ്റ് MIN പറഞ്ഞാൽ നല്ല ഇൻഫർമേഷൻ കിട്ടും. സൈലൻറ്റ് കില്ലർ റിസ്ക് ഫാക്ടറിന് ആൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. BP, ഷുഗർ, കൊളസ്ട്രോൾ, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഒബീസിറ്റി ഇതെല്ലാം வந்து സൈലൻറ്റ് കില്ലർക്കുള്ള റിസ്ക് ഫാക്ടർ. സൈലൻറ്റ് MIN പറയും. സൈലൻറ്റ് MIN പറയുന്നത് സൈലൻറ്റ് ഇപ്പോൾ പേഷ്യൻറ്റ് ഡയബറ്റിക് പേഷ്യൻസ് സൈലൻറ്റ് വേദന ഏതും അറിഞ്ഞിട്ടില്ല. പിന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ആ സമയത്തിൽ നർവ് സെൻഡിങ്സ് എല്ലാം ഡാമേജ് ആയി വേദന അറിഞ്ഞിട്ടില്ല. പിന്നെ പേഷ്യൻ്റ് வந்து അറ്റാക്ക് ആറ് സമയത്തിൽ കൂടെ പേഷ്യൻ്റ് നോർമലായിട്ടുണ്ട്. ഇതുപോലെ കണ്ടീഷൻസിൽ പേഷ്യൻസ് வந்து പ്രസൻറ്റേഷൻ വിൽ ബി ശ്വാസം മുട്ടലായി, കാർഡിയോജനിക് ഷോക്ക് ആയിട്ട് വരും. ചില പേഷ്യൻ്റ് നോൺ സ്പെസിഫിക് സിംറ്റംസ് ആയിട്ട് വരും. വോമിറ്റിംഗ്, ഛർദി, ഒരു നോൺ സ്പെസിഫിക് കംപ്ലയിൻറ്റ്സ് വരും. ഇതുപോലെ പേഷ്യൻസിക്ക് ജസ്റ്റ് കാർഡിയോളജി, ECG പിന്നെ റുട്ടീൻ ഇത് നോക്കിയിട്ട് പിന്നെ വിളിക്കും.
അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുവരുന്നൊരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. അതായത് നൈറ്റ് ലൈഫൊക്കെ എല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഈ ഹാർട്ട് ഡിസീസിന് കാരണമാകുന്നു എന്നുള്ളൊരു പഠനത്തിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? പേഷ്യൻസ് ജനറൽ പബ്ലിക് ഞാൻ എന്താ വിളിക്കുന്നത്, കാർഡിയോളജി ഒരു മന്ത്രമുണ്ട്. ആ മന്ത്ര 3 E's എന്ന് പറയും. ഈറ്റിംഗ്, എക്സസൈസ് ആൻഡ് എമോഷണൽ. പിന്നെ എമോഷൻസ് മീൻസ് ഫീലിങ്സ് കൺട്രോൾ ചെയ്യணும். ഇത് ഇൻഡയറക്ട്ലി സ്ട്രെസ് ഹാർമോൺസ് ചേഞ്ച് ചെയ്യും. ഇത് ഒരു നല്ല റിസ്ക് ഫാക്ടറാണ്. ഈറ്റിംഗ് എன்ற പറയത്തിൽ ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിൽ ഹെൽത്തി ഡയറ്റും ഉണ്ട്, അൺഹെൽത്തി ഡയറ്റും ഉണ്ട്. അതിൽ ഹെൽത്തി ഡയറ്റ് കൂടുതൽ കഴിക്കണം. പിന്നെ എക്സസൈസ് ചെയ്യണം. എക്സസൈസ് രാവിലെ ഒരു 30 മിനിറ്റ്, രാത്രിയിലെ ഒരു 30 മിനിറ്റ് എക്സസൈസ് ചെയ്താൽ ഇതുപോലെ റിസ്ക് ഫാക്ടർ നല്ല കുറവാകും. പിന്നെ നല്ല ഉറക്കം, ഒരു ആൾക്കാർക്ക് 7 മണിയിലിരുന്ന് 8 മണി നേരം നല്ല ഉറക്കം എടുത്താൽ ഹാർട്ടിക്ക് മറ്റു ജനറൽ ബോഡിക്ക് നല്ല ഒരു ഉണ്ടാകും. സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ, സ്മോക്കിംഗ് എന്നൊക്കെ പറയുന്നത്. സോ ഈ ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ്, ഈ സ്മോക്കിംഗ്, ഇതൊക്കെ ഈ ഹൃദ്രോഗത്തിന് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസിന് ഒരു ഫാക്ടറാണോ? 100% റിസ്ക് ഫാക്ടർ. പേഷ്യൻ്റ് സ്മോക്കിംഗ് ചെയ്തിട്ടുണ്ട്, ആൽക്കഹോൾ ചെയ്തിട്ടുണ്ട്, 100% റിസ്ക് ഫാക്ടർ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുക, ഹാർട്ട് ഡിസീസ് ഉണ്ടാകുക, പിന്നെ അത്രോസ്ക്ലറോസിസ് എന്ന് പറയും, അത് ഉണ്ടാകുക 100% റിസ്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പേഷ്യൻസ് ജനറലാக സ്റ്റോപ്പ് ചെയ്യணும். പിന്നെ ഒരു ചില ബുക്സ്, ഒരു ചില സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് ഡോസ് ആൽക്കഹോൾ എടുക്കുന്ന സമയത്തിൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന്. ബട്ട് ഞാൻ പേഴ്സണലായി എന്ത ഒരു പേഷ്യൻറ്റുക്കുമേ ഞാൻ ഇത് എൻകറേജ് ചെയ്തിട്ടില്ല. ഇത് ചില പേഷ്യൻസ് അഡ്വാൻറ്റേജ് എടുത്തിട്ട് കൂടുതൽ ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ട്. സോ എൻ്റെ പേഴ്സണൽ അഡ്വൈസ് 100% സ്റ്റോപ്പ് ചെയ്യണം, അത് മാത്രം മതി. ഓക്കെ, സോ സ്റ്റോപ്പ് ദ ഡ്രഗ്സ് ആൻഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ എന്നുള്ളതാണ് അല്ലേ. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ സാർ നേരത്തെ പറഞ്ഞു എക്സസൈസ് മസ്റ്റാണ് അല്ലേ, ഒരു ഡെയിലി 30 മിനിറ്റ്സ് എന്നുള്ളതാണ് സാർ പറയുന്നത്. അപ്പോൾ ഈ 30 മിനിറ്റ്സ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയോ ഈ ഒരു ഹാർട്ട് ഡിസീസ് പ്രിവെൻഷന് വേണ്ടിയിട്ട്? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു കണ്ടിട്ടുണ്ട്, അതായത് 1.5 hours നമ്മൾ സ്പെൻഡ് ചെയ്ത് ഹാർഡ് കോർ ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നത് മൂലം നമുക്ക് ഈ ഹാർട്ട് ഡിസീസ് ഉണ്ടാവില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ വെക്കുന്നത് ശരിയാണോ? എക്സസൈസ് ഹാർട്ട് ഡിസീസ് ഇപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന പേഷ്യൻസിന് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ പേഷ്യൻ്റോടെ ഏജ് കുറവ്, യങ് പേഷ്യൻസിന് നല്ല കൂടുതൽ ജിമ്മ്, പിന്നെ സൈക്ലിങ്, പിന്നെ ജോക്കിങ് പറയും, പിന്നെ സ്വിമ്മിങ് പറയും. ഹാർട്ട് ഡിസീസ് ഉണ്ടാകുന്ന പേഷ്യൻസിന് ഇതെല്ലാം അഡ്വൈസ് ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടുതൽ എക്സസൈസ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കൂടുതൽ ഹാർട്ടിക്ക് പ്രഷർ കൂടുതലാകും, ഹാർട്ട് കൂടെ പ്രഷർ BP കൂടുതലാകും. അതുപോലെ ഉണ്ടാകുന്ന പേഷ്യൻസ് ഇത് അഡ്വൈസ് ചെയ്തിട്ടില്ല. ഹാർട്ട് ഡിസീസ് ഇരിക്കുന്ന പേഷ്യൻസിന് രാവിലെ ഒരു 30 മിനിറ്റ്, രാത്രിയിൽ 30 മിനിറ്റ് ജെൻറ്റിൽ സിമ്പിൾ വാക്കിംഗ് മാത്രം മതി. പിന്നെ ഇതുപോലെ ചെയ്യുന്ന സമയത്തിൽ ഇതൊരു വേദന ഉണ്ടെങ്കിൽ, വേറെ ശ്വാസം മുട്ടെങ്കിൽ, വേറെ ഏത് കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് സ്റ്റോപ്പ് ചെയ്ത് ഡോക്ടറെ ചെക്ക് ചെയ്യണം. നമ്മളിപ്പോൾ എല്ലാവരും പൊതുയിടത്തിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്, ബൈക്കിലും കാറിലും ബസ്സിലും. അപ്പോൾ നമ്മളുടെ ഈ എൻവയൺമെൻറ്റ് പൊല്യൂട്ടഡ് ആണെന്ന് എന്നുള്ള കാര്യം നമ്മൾക്ക് അറിയാം. ഒരു പരിധിവരെയൊക്കെ നമ്മൾക്കത് തടഞ്ഞു നിർത്താൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ പൊല്യൂഷൻ അതുപോലുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഹൃദ്രോഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫാക്ടറാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടമാണോ? ഇപ്പോൾ റീസെൻ്റാக ഈ കാർഡിയോളജി റിസ്ക് ഫാക്ടർ കാർഡിയക് ഡിസീസിൽ എയർ പൊല്യൂഷനും ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ BP, ഷുഗർ, കൊളസ്ട്രോൾ, ഒബീസിറ്റി റിസ്ക് പോലെ ഇപ്പോൾ എയർ പൊല്യൂഷനും ആഡ് ചെയ്തിട്ടുണ്ട്. എയർ പൊല്യൂഷൻ ഇപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഇല്ല ഷോപ്പിംഗ് എവിടെയാണ് ചെയ്ത സമയത്തിൽ കൂടുതൽ ഇതുപോലെ ഡസ്റ്റ് എയർ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ സമയത്തിൽ അവിടെ മാസ്ക് ഇടണോ. പിന്നെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയും. ഇപ്പോൾ വേറെ ആൾക്കാർ സ്മോക്കിംഗ് ചെയ്യുന്ന സമയത്തിൽ അത് നമുക്ക് ഇൻഡയറക്റ്റ്ലി സ്മോക്കിംഗ് എഫക്റ്റായി നമ്മൾ ബ്ലഡിൽ ഉണ്ടായി അത് റിസ്ക് ആക്കാൻ ചാൻസസ് ഉണ്ട്. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി എയർ പൊല്യൂഷൻ കൂടുതൽ റിസ്ക് ഫാക്ടറായി ഹാർട്ടിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ കൺഫേം ചെയ്തിട്ടുണ്ട്. ഹൃദ്രോഗം നമ്മളുടെ ഈ തലമുറ തോറും കൈമാറി വരുന്ന ഒരു രോഗമാണ് എന്നുള്ളൊരു പറഞ്ഞ് കേട്ട് അറിവുണ്ട്. അപ്പോൾ ഇത് ഹെറിഡിറ്ററി ആണോ? അതായത് നമ്മളുടെ തലമുറ തോറും നമുക്കിപ്പോൾ അച്ഛനുണ്ടെങ്കിൽ മകന് വരും എന്നുള്ളൊരു കോൺസെപ്റ്റ്, അത് ശരിയാണോ? 100% ശരി.
ചില ഹാർട്ട് ഡിസീസ് ഫാമിലിയിൽ റൺസ് ആയിട്ടുണ്ട്. ഇപ്പം ജീൻസ് ഉണ്ടല്ലേ, ഈച്ച് ജീൻസ് ട്രാൻസ്മിഷൻ ആകും. ആ സമയത്തിൽ എസ്പെഷ്യലി സഡൻ കാർഡിയാക് ഡെത്ത് എന്ന് പറയും. അത് ഹാർട്ട് അറ്റാക്കിൽ ഉണ്ടാകും. എക്സാമ്പിൾ ഇലക്ട്രിക്കൽ കണ്ടൻസ് ഡിസ്റ്റർബൻസ് ലോങ് ക്യൂട്ടി സിൻഡ്രോം എന്ന് പറയും. പിന്നെ കാർഡിയാക് മസിൽ ഡിസീസ്, കാർഡിയാക് മയോപ്പതി എന്ന് പറയും. ഇതുപോലെ ഒരു ചില ഹാർട്ട് ഡിസീസ് റൺസ് ഇൻ ഫാമിലി, ഇറ്റ്സ് എ ജീൻസ് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയും. ഇതുപോലെ ഉണ്ടെങ്കിൽ പേഷ്യൻറ്റ് കൂടുതൽ കെയർ എടുത്ത് നോക്കണം. എക്സാമ്പിൾ ഇതുപോലെ പേഷ്യൻറ്റ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ റെഗുലർ ഫോളോ അപ്പ് ചെയ്യണം. ECG, എക്കോ, TMT, ഹോൾട്ടർ, പിന്നെ ലൈപ്പോപ്രോട്ടീൻ എ എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഇത് ഫെമിലിയൽ റിലേറ്റഡ് എനി ഡിസീസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യണം. എക്സാമ്പിൾ ലൈപ്പോപ്രോട്ടീൻ എ ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രീമിയ എന്ന് പറയും. ഇത് ജെനറ്റിക്സ്ലി ഹാർട്ട് ഡിസീസ് റണ്ണർ ഓഫ് ഫാമിലി ഉണ്ടെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കണം. ഈ ഒരു തലമുറ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡയബറ്റിസ്. അപ്പോൾ ഈ ഡയബറ്റിസും നമ്മുടെ ഹൃദ്രോഗവും ഹാർട്ട് ഡിസീസുമായിട്ട് എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടോ? 100% ലിങ്ക് ഉണ്ട്. 100% കൂടുതൽ റിസ്ക് ഉണ്ട്. ഷുഗർ പേഷ്യൻറ്റ്ക്ക് കൂടുതൽ റിസ്ക് ഇൻഫ്ലമേഷൻ പറയും. ഹാർട്ടുடைய രക്തക്കുഴ ഇൻസൈഡിലെ കാൽഷ്യം പടിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫാറ്റ് ഡെപ്പോസിഷൻ, ട്രൈഗ്ലിസറൈഡ്സ് ലെയർ ഫോം ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടുതൽ റിസ്ക് ആകും. ഇതുപോലെ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് റിസ്ക്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയും, അത് കൂടുതൽ റിസ്ക് ആയിട്ടുണ്ട്. പിന്നെ ആൾറെഡി നേരത്തെ പറഞ്ഞ് സൈലൻറ്റ് MI എന്ന് പറയും. ഈ പേഷ്യൻസ്ക്ക് വേദന, ചെസ്റ്റ് പെയിൻ എതുവും അറിഞ്ഞിട്ടില്ല. പേഷ്യൻസ് പ്രസൻറ്റേഷനെ കൂടുതൽ ശ്വാസം മുട്ടലായി, പിന്നെ നോൺ സ്പെസിഫിക് കംപ്ലയിൻറ്റ്സ് ആയി പറയും. ചില ആൾക്കാർക്ക് വേദന ഉണ്ടാകും, ചില പേഷ്യൻസ് കൂടുതൽ ശ്വാസം മുട്ടലായി വരും. സോ ഡയബറ്റിക് പേഷ്യൻസ് ഇൻ ഹാർട്ട് ഡിസീസ് ബെറ്റർ ഓൾവേസ്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ എന്ന് പറയും. ഇതുപോലെ പേഷ്യൻസ് റെഗുലർ ഫോളോ അപ്പ് ചെയ്യണം. ECG അറ്റ്ലീസ്റ്റ് 6 months വൺസ് വയൽ എടുത്തിട്ട് ഒരു ജനറൽ ഡോക്ടർ അല്ല കാർഡിയോളജിസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഈ നമ്മളുടെ ഈ കാർഡിയോളജി പ്രിവെൻഷന് വേണ്ടി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു കാർഡിയോളജി ടിപ്പ് നൽകാമോ? കാർഡിയോളജി മന്ത്രമുണ്ട്. മന്ത്രാലെ 3 E: ഈറ്റിംഗ്, എമോഷൻ, എക്സസൈസ്. എമോഷൻസ് എസ്പെഷ്യലി സ്ട്രെസ് ഹാൻഡിലിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വിഷയം. അത് കൺട്രോൾ ചെയ്യണം. സ്ട്രെസ് റിലേറ്റഡ് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുക കൂടുതൽ ഹാർട്ട് ഡിസീസ്ക്ക് റിസ്ക് ഫാക്ടറാണ്. ഈറ്റിംഗ് ഹാബിറ്റിലെ ഭക്ഷണത്തിലെ ഹെൽത്തി ഡയറ്റ് കൂടുതൽ കഴിക്കണോ. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കായ്കറികൾ കഴിക്കണോ. പിന്നെ എക്സസൈസ് ചെയ്യണോ. രാവിലെ ഒരു 30 മിനിറ്റ്, രാത്രിയിലെ 30 മിനിറ്റ് ചെയ്താൽ ബോഡി നല്ല ഒരു ഹെൽത്ത് റീപർഫ്യൂഷൻ പോലെ ഒരു നല്ല എനർജി ഉണ്ടാകും. പിന്നെ ഇതുപോലെ കാര്യങ്ങൾ 3 E's ഫോളോ ചെയ്താൽ ഹാർട്ടിക്കും പിന്നെ ജനറൽ ബോഡി കണ്ടീഷനൊക്കും നല്ല ഒരു എനർജി ഉണ്ടാകും, ഹെൽത്തി ലൈഫ് ഉണ്ടാകും, ഹെൽത്തി ഹാർട്ട് ഉണ്ടാകും, ഹെൽത്തി ഫാമിലി, ഹാപ്പിയാണ് ഫാമിലി ഉണ്ടാകും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾക്ക് വേണ്ടിയിട്ട് കാർഡിയോളജി പ്രിവെൻഷൻ, ഹൃദ്രോഗത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നത് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ബാലകുമാറാണ്. നമ്മൾക്ക് വേണ്ടി സംസാരിച്ച ഡോക്ടറിന് നമ്മുടെ പ്രേക്ഷകരുടെ പേരിലുള്ള എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. ഡോക്ടർ ചാറ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ ദിസ് ഇസ് ജോഫിൻ സൈനിങ് ഔട്ട് ഫോർ BMH ഹോസ്പിറ്റൽ തൊടുപുഴ. നന്ദി, നമസ്കാരം.